ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഷാഡോ ഫയൽസ് മലയാളം എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. രമേശ് വി.പി. രചിച്ച മനോഹരമായൊരു കഥയാണ് ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കഥ കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ചന്ദ്രഗിരി ബംഗ്ലാവ് ഭാഗം 1. മണ്ണാർക്കാട് ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി കാടിൻ്റെ നിഗൂഢതകളിലേക്ക് നീളുന്ന ആ കരിങ്കൽ പാതയിലൂടെ പ്രവീണിൻ്റെ കറുത്ത സ്കോർപിയോ പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. കാറിനുള്ളിൽ ഒരുതരം അസ്വസ്ഥമായ നിശബ്ദത പടർന്നിട്ടുണ്ട്. പ്രവീൺ തൻ്റെ ശ്രദ്ധ മുഴുവൻ ഡ്രൈവിംഗിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പാരാനോർമൽ വ്ളോഗറാണ് പ്രവീൺ. മിസ്റ്ററി ഹണ്ടർ എന്ന അവൻ്റെ യൂട്യൂബ് ചാനലിന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. ഇതുവരെ കണ്ടതും കേട്ടതുമായ പ്രേതബാധയുള്ള സ്ഥലങ്ങളെക്കാൾ ഭീകരമായ എന്തോ ഒന്നാണ് ചന്ദ്രഗിരി ബംഗ്ലാവെന്ന് പ്രവീണിന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന നീരവ് തൻ്റെ വില കൂടിയ DSLR ക്യാമറയുടെ ലെൻസുകൾ തുടച്ചു വൃത്തിയാക്കുകയായിരുന്നു. നീരവ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. പക്ഷേ പ്രവീണിൻ്റെ വ്ളോഗുകൾക്ക് വേണ്ടി അവൻ തൻ്റെ ക്യാമറ പലപ്പോഴും ഇരുട്ടിലെ നിഴലുകളിലേക്ക് തിരിക്കാറുണ്ട്. പിൻസീറ്റിൽ അഞ്ജനയും ശ്രീഷ്മയും അല്പം തളർന്നിരിക്കുകയാണ്. ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന അഞ്ജനയ്ക്ക് ഈ യാത്ര ഒരിടവേളയായിരുന്നുവെങ്കിൽ, നാട്ടിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ശ്രീഷ്മയ്ക്ക് ഇത് വെറും ഒരു സാഹസികത മാത്രമായിരുന്നു. എന്നാൽ അവരുടെ ഇടയിലിരുന്ന ദേവദാസ് മാത്രം മറ്റാരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. പുരാതനമായ ഗ്രന്ഥങ്ങളും തച്ചുശാസ്ത്രവും പഠിക്കുന്ന ദേവദാസ് തൻ്റെ മടിയിലുള്ള പഴയൊരു ഡയറിയിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. അവൻ മറ്റുള്ളവരെ പോലെയല്ല. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഊർജങ്ങളെ തിരിച്ചറിയാൻ പ്രത്യേക കഴിവുള്ളവനാണെന്ന് കൂട്ടുകാർക്കിടയിൽ ഒരു സംസാരമുണ്ട്. പ്രവീണേ, നമ്മൾ ശരിക്കും ചന്ദ്രഗിരി എത്താറായോ? റേഞ്ച് പോയിട്ട് കുറേ നേരമായി, അഞ്ജന തൻ്റെ ഫോണിലേക്ക് നോക്കി ചോദിച്ചു. ഇനി അധികം ദൂരമില്ല അഞ്ജു, ഈ പുഴ മുറിച്ചു കടന്നാൽ പിന്നെ ചന്ദ്രഗിരിയുടെ മണ്ണാണ്, പ്രവീൺ മറുപടി നൽകി. ഏകദേശം 8 മണിയായപ്പോഴേക്കും അവർ കാടിൻ്റെ ഹൃദയഭാഗത്തുള്ള ആ വലിയ പുഴയുടെ തീരത്തെത്തി. കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെട്ടത്തിൽ പുഴയിലെ വെള്ളം കറുത്ത മഷി പോലെ തിളങ്ങുന്നു. മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് പുഴയിൽ വെള്ളം കുറവായിരുന്നു. വണ്ടി പതുക്കെ പുഴയിറങ്ങി അക്കരയെത്തി. അവിടെ നിബിഡമായ വനമാണ്. മരങ്ങൾക്കിടയിലൂടെ ഒരു നൂൽപാലം പോലെ കിടക്കുന്ന വഴിയിലൂടെ ചെന്ന് നിന്നത് ഒരു വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിലാണ്. കാറിൽ നിന്നിറങ്ങി പ്രവീൺ ആ ഗേറ്റ് തുറന്നപ്പോൾ കാലപ്രായം കൊണ്ട് അത് ഭീകരമായ ശബ്ദമുണ്ടാക്കി. മുന്നിൽ ചന്ദ്രഗിരി ബംഗ്ലാവ്. 10ഓളം ഏക്കർ വിസ്തൃതിയുള്ള വനത്തിന് നടുവിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വലിയ കെട്ടിടം. പഴയ ബ്രിട്ടീഷ് വാസ്തുവിദ്യയുടെ പ്രൗഢി ഇപ്പോഴും ആ ചുവരുകളിൽ അവശേഷിക്കുന്നുണ്ട്. പായൽ പിടിച്ച കരിങ്കൽ ചുവരുകളും തടിയിൽ തീർത്ത വലിയ ജനാലകളും ആ ബംഗ്ലാവിനെ ഒരു പഴയ കൊട്ടാരം പോലെ തോന്നിപ്പിച്ചു. ബംഗ്ലാവിനുള്ളിൽ വെളിച്ചമില്ല. അവർ ടോർച്ചുകൾ തെളിച്ച് അകത്തേക്ക് പ്രവേശിച്ചു. വലിയൊരു ഹാൾ. അവിടെ പൊടി പിടിച്ച് കിടക്കുന്ന പഴയ ഫർണിച്ചറുകൾ, ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന ആരുടെയോ പഴയ പെയിന്റിങ്ങുകൾ. ഇതാണ് സ്ഥലം. നമ്മൾ വിചാരിച്ചതിലും ഗംഭീരമായിട്ടുണ്ട്, നീരവ് ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇവിടെ നല്ലൊരു വൈബുണ്ട്, പക്ഷെ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടുന്നില്ലേ? ശ്രീഷ്മ ചുറ്റും നോക്കി ചോദിച്ചു. അവർ ഓരോ മുറികളിലായി തങ്ങളുടെ ബാഗുകൾ വെച്ചു. ആ രാത്രി അവർ ബംഗ്ലാവിൻ്റെ വരാന്തയിലിരുന്ന് അടുത്ത ദിവസത്തെ പ്ലാനുകളെക്കുറിച്ച് സംസാരിച്ചു. ചന്ദ്രഗിരി ബംഗ്ലാവിനെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ വലിയ കഥകളുണ്ട്. ആ ബംഗ്ലാവിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിൽ പോയാൽ കാടിൻ്റെ നടുവിൽ ഒരു വലിയ പനമരമുണ്ടെന്നും അതിനടുത്തൊരു പഴയ കിണറുണ്ടെന്നുമാണ് ദേവദാസ് ശേഖരിച്ച വിവരങ്ങളിൽ പ്രധാനപ്പെട്ടത്. ആ കിണർ ഒരു വലിയ രഹസ്യമാണെന്ന് ദേവദാസ് വിശ്വസിച്ചിരുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾ അവർ വ്ളോഗിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. ബംഗ്ലാവിൻ്റെ ഓരോ കോണുകളും അവിടുത്തെ പഴയ വസ്തുക്കളും അവർ വീഡിയോയിൽ പകർത്തി. പകൽ സമയം കാട് സുന്ദരമായിരുന്നു. പുഴയിലെ കുളിയും കാടിനുള്ളിലെ ചെറിയ നടത്തങ്ങളും അവർ ആസ്വദിച്ചു. പക്ഷെ രാത്രിയായാൽ ചന്ദ്രഗിരിയുടെ ഭാവം മാറും. പുറത്ത് കാടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ഇടയ്ക്കിടെ ജനാലച്ചില്ലുകളിൽ ആരോ തട്ടുന്നത് പോലെ തോന്നും. എങ്കിലും അവർ അതൊന്നും കാര്യമാക്കിയില്ല. കാട്ടുമൃഗങ്ങളോ അല്ലെങ്കിൽ കാറ്റോ ആയിരിക്കുമെന്ന് അവർ കരുതി. 6ാം ദിവസം വൈകുന്നേരം അവർ ആ പനമരം ലക്ഷ്യമാക്കി നടക്കാൻ തീരുമാനിച്ചു. ദേവദാസ് വളരെ നിശബ്ദനായിരുന്നു. അവൻ തൻ്റെ ബാഗിൽ ചില പഴയ മന്ത്രരൂപങ്ങളും ലോഹ കഷ്ണങ്ങളും കരുതിയിരുന്നു. ഏകദേശം 3/4 മണിക്കൂർ നടന്നപ്പോൾ അവർ ആ പനമരത്തിൻ്റെ ചുവട്ടിലെത്തി. കാടിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് അവിടെ നിശബ്ദത കൂടുതലായിരുന്നു. പനമരത്തിന് ചുറ്റും വൃത്താകൃതിയിൽ കല്ലുകൾ കൊണ്ട് മതിൽ കെട്ടിയിരിക്കുന്നു. അതിനുള്ളിൽ ആ കിണർ കണ്ടപ്പോൾ എല്ലാവരിലും ഒരു ഭയം ഉടലെടുത്തു. കിണറിന് മുകളിൽ വലിയൊരു ഇരുമ്പ് വലയിട്ട് പൂട്ടി നിലയിലായിരുന്നു.
അതിൽ തുരുമ്പിച്ച ചങ്ങലകളും പഴക്കം ചെന്ന ചില അടയാളങ്ങളും ഉണ്ടായിരുന്നു. ഈ കിണർ വെറുമൊരു കിണറല്ല, ദേവദാസ് പതുക്കെ പറഞ്ഞു. ഇതെന്തിനെയോ തളച്ചു വെക്കാൻ നിർമ്മിച്ചതാണ്. ഈ പനമരവും ഈ മതിലും ഒരു മന്ത്ര സംരക്ഷണമാണ്. നീരവ് തന്റെ ക്യാമറ കിണറിനടുത്തേക്ക് കൊണ്ടുപോയി. നമുക്ക് ഈ വലയൊന്ന് മാറ്റി നോക്കാം. ഇതിനുള്ളിൽ എന്താണെന്ന് കണ്ടാൽ നമ്മുടെ വീഡിയോ വൈറലാകും ഉറത്താണ്, അവൻ ആവേശത്തോടെ പറഞ്ഞു. പ്രവീണിനും നീരവിനും തന്റെ ചാനലിന്റെ റേറ്റിംഗ് മാത്രമായിരുന്നു മനസ്സിൽ. എന്നാൽ അഞ്ജനയും ശ്രീഷ്മയും അവരെ തടയാൻ ശ്രമിച്ചു. വേണ്ട പ്രവീൺ, ഇത് ശരിയല്ല, നമുക്ക് തിരിച്ചു പോകാം, അഞ്ജന നിർബന്ധിച്ചു. എന്നാൽ നീരവ് അപ്പോഴേക്കും ആ പഴയ പൂട്ട് തകർക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. തങ്ങൾ തുറക്കാൻ പോകുന്നത് ഒരു കിണറല്ല, നൂറ്റാണ്ടുകളായി ഈ കാടിന്റെ അഗാധതയിൽ തളയ്ക്കപ്പെട്ട ഒരു വലിയ ശാപത്തിന്റെ വാതിലാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ചന്ദ്രഗിരി ബംഗ്ലാവിന്റെ യഥാർത്ഥ ചരിത്രം അവിടെ മുതൽ ആരംഭിക്കുകയായിരുന്നു. ആ രാത്രി 6 മണി കഴിയുമ്പോൾ കാട് അതിന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്താൻ പോകുകയാണ്. പിശാചുക്കളുടെ വിളിയാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ആ 5 പേരുടെയും ജീവിതത്തിൽ ഏറ്റവും ഭയാനകമായ രാത്രിക്ക് അവിടെ തുടക്കമാവുകയായിരുന്നു. തുടരും.